നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ ഗ്രഹമാറ്റത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വ്യാഴഭഗവാന്റെ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. വ്യാഴമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മെയ് മാസം 14-ാം തീയതി രാത്രി 10:30 മണിയാകുമ്പോൾ വ്യാഴം ഇടവരാശിയിൽ നിൽക്കുന്ന വ്യാഴം മിഥുന രാശിയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വർഷത്തിലേറെ നിൽക്കും. 2026 ജൂൺ മാസം 1-ാം തീയതി വരെ. ഇതിനിടയ്ക്ക് കുറച്ച് മാറ്റവും കൂടി വ്യാഴം ബന്ധുമിത്ര വീട്ടിൽ പോകും പോലെ കുറച്ച് മാറ്റം വരുമെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ടതില്ല. ഈ വ്യാഴമാറ്റം, വ്യാഴമെന്ന് പറഞ്ഞാൽ ധനകാരകനാണ്. ഗുരു എല്ലാമാണ്, ഗുരുവാണ് എല്ലാം. അപ്പോൾ ഗുരുവിൻ്റെ മാറ്റം എത്രത്തോളം നമുക്ക് എഫക്റ്റ് ചെയ്യുന്നു എന്ന് ആണ് നമുക്ക് നോക്കേണ്ടത് ഓരോ രാശിക്കാർക്കും. ഇന്ന് നമുക്ക് മകരരാശിക്കാരുടെ ഫലം നോക്കാം. ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന മകരരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം, വ്യാഴം മാറി വരുന്നത്, വ്യാഴം മാറി വരുന്നത് 6-ലേക്കാണ്. ശത്രുസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ്. നിങ്ങൾക്കിപ്പോൾ 5-ൽ നിന്ന വ്യാഴം ശത്രുഭാവത്തിലേക്ക് വരികയാണ്. ശത്രുക്കളെ ഉണ്ടാക്കും, പലതരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും, സാമ്പത്തിക നഷ്ടം വരുത്തും, കേസോ വഴക്കോ പ്രശ്നങ്ങളോ വർദ്ധിക്കും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാക്കുന്നതിലുപരി ശത്രുക്കളുടെ എണ്ണം കൂട്ടും. ചുമ്മാ പോണവരും കൂടി ശത്രുവായി മാറും. ഇപ്പോൾ വ്യാഴയുടെ ശനിയൊക്കെ മാറി വന്നിരിക്കുകയാണ് നമുക്ക്. ആ സമയത്താണ് വ്യാഴഭഗവാൻ ഒന്ന് മാറി നിൽക്കുകയാണ്. ആ വ്യാഴത്തിനെ നമുക്ക് അനുകൂലമായി കൊണ്ടുവരണം. വ്യാഴനെ പ്രീതിപ്പെടുത്തിയെടുക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? വ്യാഴനെ പ്രീതിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് വിഷ്ണു ഭഗവാനെ തന്നെ ഭജിക്കണം. ഗുരുവിനെ തന്നെ ഭജിക്കണം. വ്യാഴത്തിൻ്റെ ദേവതയാണ് വിഷ്ണു ഭഗവാനെ തന്നെ ഭജിക്കണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തണം. വ്യാഴാഴ്ച വ്രതം നോക്കണം. അതേപോലെ മഹാസുദർശന യന്ത്രം, ശത്രുദോഷം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശത്രു സംഹാര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കിട്ടണം, ഒരു പ്രൊട്ടക്ഷൻ. ഇതൊക്കെ ചെയ്തു പോയാൽ ഗുരു നമുക്ക് ഒന്നും വരുത്തൂല. ഗുരു എല്ലാം ലക്ഷം ദോഷം ഗുരുഹന്തി. എന്തുകൊണ്ട് അഡ്വാൻസായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, എത്രയോ പേർക്ക് നമ്മൾ നിർദ്ദേശപ്രകാരം ഇത് ചെയ്ത് മാറ്റിയാൽ പിന്നെ അത് വരത്തില്ല, ആ ഗ്രഹത്തിൻ്റെ ദോഷം ബാധിക്കില്ല. പക്ഷെ നിങ്ങൾ തന്നെ ചെയ്യണം. പ്രാർത്ഥനയും പൂജയും ഒക്കെ വല്ലവരെയും കൊണ്ട് ചെയ്യിക്കുകയല്ല, നമ്മൾ തന്നെ അത് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളുടെ ദോഷം നമ്മൾ മാറ്റിയാലേ മാറുള്ളൂ. ദേഹരക്ഷ നിങ്ങളിട്ടാലേ നിങ്ങൾക്ക് ഫലം വരുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ വ്രതം നോക്കണം. നമുക്ക് വേണ്ടി ആരെങ്കിലും വ്രതം നോക്കിയത് കൊണ്ടായില്ല. ഇതൊക്കെ ചെയ്തു പോയാൽ നിർബന്ധമായും ഫലസിദ്ധി ഉണ്ടാവും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി. ഇവിടെ നിത്യജ്യോതിഷം ഓരോ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിത്യവും അന്നോടൊന്ന് ഉള്ള ജ്യോതിഷം നിങ്ങൾക്ക് അയച്ചു തരികയാണ്. ഓരോ ദിവസവും രാവിലെ 6 മണിയാകുമ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് നോക്കിയിട്ട് നമുക്ക് ശ്രദ്ധിച്ചു പോയി. നമ്മൾ വർഷത്തെ ഫലത്തെ പറയണമെങ്കിൽ പോലും അതിനുവേണ്ടി നമ്മൾ വീഡിയോ ചെയ്ത് അയക്കുന്നുണ്ട്. അത് നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തിയാലേ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. കാരണം അവരും വിപത്തുകളിൽ പെടാതെ രക്ഷപ്പെട്ടു പോട്ട്, അല്ലെങ്കിൽ അവരും കഷ്ടതയിലേക്ക് പോവും. അപ്പോൾ എല്ലാ മകരരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.